എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ മസ്കറ്റിൽ നിന്ന് ഇറ്റലി മിലാൻ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. ഒമാൻ എയറിലാണ് നമ്മൾ പോകുന്നത്. ഒമാൻ എയറിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ ഈ അനുഭവം ഒന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കണം എന്ന് തോന്നി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റ്, നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് മുഴുവൻ ആൾക്കാരായിരുന്നു, പക്ഷേ എൻ്റെ തൊട്ടടുത്തിരുന്ന സീറ്റിൽ 2 പേരുണ്ടായിരുന്നു. അവർ മാറിപ്പോയിരുന്നു. എൻ്റെ തൊട്ടടുത്ത സീറ്റ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഏകദേശം 6.5 മണിക്കൂർ എനിക്ക് അങ്ങോട്ടേക്കുള്ള ദൂരമുണ്ട്. മസ്കറ്റിൽ നിന്നുള്ള മിലാനിലേക്കുള്ളൊരു വഴിയാണ്. ഇപ്പോൾ മോണിറ്ററിൽ കൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. തുർക്കി ഇസ്താംബുൾ വഴി ഇറ്റലിയിലുള്ള മിലാൻ. അവിടെ ചെന്നിട്ടാണ് ഞാൻ വേറെ ഫ്ലൈറ്റ് സ്വിറ്റ്സർലാൻഡിലേക്ക് പിടിക്കാൻ പോകുന്നത്. ഈ മിലാനും സ്വിറ്റ്സർലാൻഡും തമ്മിൽ അധികം ദൂരമൊന്നും, ഒരു 45 മിനിറ്റിൻ്റെ ഒരു വഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. സർവീസൊക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. പാസ്തയും ചിക്കൻ ബിരിയാണിയും മാത്രമാണ് അവർ സെർവ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിയത് ചിക്കൻ ബിരിയാണിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബിരിയാണിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസും സാലഡ്സും, പിന്നെ ഒരു ബണ്ണും, പിന്നെ ഒരു കേക്കും, ഒരു ചോക്ലേറ്റ് കേക്കും. ചോക്ലേറ്റ് കേക്കിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു ഇതുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ തൊട്ടടുത്ത് 2 സീറ്റും കാലിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനും സംഭവങ്ങളൊക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചായ കൊടുത്ത് തന്നു. പിന്നെ വേറൊരു കാര്യം ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മോണിറ്റർ അധികം വർക്ക് ചെയ്തായിരുന്നില്ല. എന്തെങ്കിലും വീഡിയോസൊക്കെ ഓൺ ആക്കുമ്പോൾ അത് 2 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. അങ്ങനെ എന്തോ ഫോൾട്ടായിട്ടുള്ള ഒരു മോണിറ്ററായിരുന്നു എനിക്ക് കിട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കി. ഇരുന്നുറങ്ങാൻ അത്ര കംഫർട്ടായിരുന്നില്ല. പിന്നെ 2 സീറ്റ് തൊട്ടടുത്തുള്ള കാരണം പിന്നെ ഒന്നും നോക്കാൻ പോയില്ല. അങ്ങനെ നേരെ അങ്ങോട്ട് കിടന്നു. ഒരു തലോണയും വെച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി. അങ്ങനെ കുറച്ച് നേരം, ഏകദേശം 1 മണിക്കൂർ ഞാൻ ഉറങ്ങാൻ പറ്റി. ഏകദേശം 6.5 മണിക്കൂറിൻ്റെ ജേണി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പോണത് കടലിൻ്റെ മേലെ കൂടെയാണ്. ഇത്ര നേരം താഴെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് വെളിച്ചങ്ങളും ബൾബുകളൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതിൻ്റെ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ കടലിൻ്റെ മേലെയാണ്. ഏകദേശം 5-5.5 മണിക്കൂർ ആയി യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ അവർ എനിക്ക് കൊണ്ടുവന്ന് തന്നത് ഒരു ജ്യൂസ്, സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ചും, പിന്നെ ഒരു കുക്കീസും. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഒമാൻ എയർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റുകൾ നോക്കലായി എൻ്റെ പണി. H2O, ഒമാൻ എയറിൻ്റെ വാട്ടർ ബോട്ടിൽ. ഏകദേശം കുറച്ചും കൂടി മേലെ എഴുതി കാണിക്കുന്ന ഔട്ട് സൈഡിലുള്ള ടെമ്പറേച്ചറും എസ്റ്റിമേറ്റഡ് അറൈവൽ ടൈമും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ ലാൻഡ് ചെയ്യാൻ. അവിടെ നല്ല തണുപ്പാണെന്നാണ് കാണിക്കുന്നത്. അത്യാവശ്യം കോട്ടും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രത്തോളം തണുപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. 8 മിനിറ്റും കൂടി മതി. -2 ഡിഗ്രി സെൽഷ്യസാണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഞാൻ കുറച്ച് പകച്ചുപോയി. എങ്ങനെ ഇത്രയും ചൂടത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു.
നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു എയർപോർട്ടിൽ. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, കാരണം പുറത്ത് എത്രത്തോളം തണുപ്പുണ്ട് എന്ന് നമുക്ക് അകത്തിരുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇറ്റലിയിൽ ഞാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്കിവിടെ നിന്ന് 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്വിറ്റ്സർലാൻഡ് സൂറിച്ചിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ ഇറ്റലി എന്ന രാജ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല നല്ല മഴയാണ് കാര്യങ്ങൾ എന്നൊക്കെ. ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും തണുപ്പത്ത് എങ്ങനെയാണ് ഇവിടെ പുറത്ത് പണിക്കാരൊക്കെ പണിയെടുക്കുന്നത് കാര്യങ്ങൾ എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. വെള്ളം ഇങ്ങനെ കുത്തനെ ഒഴുകി ഇറങ്ങുമായിരുന്നു. ഒരുവിധം തരക്കേടില്ലാത്തൊരു യാത്രയായിരുന്നു ഒമാൻ എയർ നമുക്ക് തന്നത്.